Hi friends, this is Suresh. വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ ട്രാവൽ സെഗ്മെൻറ്റിൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട്സുമായിട്ട് ദുബായിൽ ചിൽ ഔട്ട് ചെയ്ത കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ഉച്ചയ്ക്ക് ശേഷം ദുബായിലെ മറീനയിൽ പോയി. അപ്പോൾ അവിടുന്ന് നല്ല വെതറായിരുന്നു. അവിടെ നമ്മളൊരു ബോട്ട് ഹയർ ചെയ്തു. 8-9 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ബോട്ടായിരുന്നു. പക്ഷേ നമ്മൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ലോണം നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ ബെസ്റ്റ് റേറ്റിൽ കിട്ടും. അപ്പോൾ നമുക്ക് നല്ല ബെസ്റ്റ് റേറ്റിൽ കിട്ടി. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂർ നേരത്തെ മറീന ക്രൂസിന് ഒരു ബോട്ട് ഹയർ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ നല്ല വെതറാണ് കേട്ടോ. നല്ല ഒരു സെമി ക്ലൗഡി ആയിട്ടുള്ള ഒരു വെതറാണ്. നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ മറീനയിലെ ആസ്വാദനം ഗംഭീരമായി. അപ്പോൾ നമുക്ക് കൂടെ ഒരു ഗൈഡും ഉണ്ടായിരുന്നു. അദ്ദേഹം നമുക്ക് ഓരോ കാര്യങ്ങളും വിശദമായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെ തവണയൊന്നുമല്ല മറീനയിൽ പോകുന്നത്. പക്ഷേ ഇതൊരു ലീവായതുകൊണ്ട് വീണ്ടും പോയതാണ്. അപ്പോൾ എത്ര തവണ കണ്ടാലും മതി വരാത്ത ഒരു ആർക്കിടെക്ചറൽ വണ്ടർ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മറീനയിൽ തീർത്ത് വെച്ചിരിക്കുന്നത്. MR പ്രോപ്പർട്ടീസിൻ്റെയും അതുപോലെ വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടൽസും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാക്ക് വേയും ആബ്സല്യൂട്ട്ലി അമേസിങ്. ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ഫ്രണ്ട് മങ്കേഷും വൈഫ് സജിനിയുമാണുള്ളത്. പിന്നെ കൂടെ ഞാനും സിന്ധുവും. അപ്പോൾ ഞാനും മങ്കേഷും വളരെ കാലങ്ങളായിട്ട് മോർ ദാൻ 2 decades ആത്മമിത്രങ്ങളാണ്. സിന്ധു സജിനിയും അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോട്ടിലെ ഡ്രൈവറും വളരെ കോപ്പറേറ്റീവായിരുന്നു. അതുപോലെ ഗൈഡ് നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ ഇവിടെ പല സൈസുകളിലുള്ള ബോട്ടുകളുണ്ട് കേട്ടോ. വലിയ ഒരു 30 പേർക്കുള്ളത്, 50 പേർക്കുള്ളത്, 300 പേർക്കുള്ളത്, 100 പേർക്കുള്ളത്, അങ്ങനെ പല സൈസുകൾ. നമുക്ക് പല ബർത്ത്ഡേ പാർട്ടികളും അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്പോട്ടാണ് ദുബായിലെ മറീന. ഇത് ആ പാലത്തിൻ്റെ അടിയിലുള്ള ഒരു യാത്രയാണ്. ഇവിടെ ലഞ്ചും ഡിന്നറൊക്കെ ഉള്ള ക്രൂസുകളുണ്ട്. അതിൽ 300-400 പേർ പോകുന്ന ക്രൂസുകളുണ്ട്. അതിന് ഇൻഡിവിജ്വൽ റേറ്റ്സ് ആണ്. ഞങ്ങൾ അതിന് നിന്നില്ല. ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയ ബോട്ട് ഹയർ ചെയ്ത് 1 മണിക്കൂർ നേരത്തേക്ക്. ഇത് പകലുള്ള വ്യൂ ആണ്. രാത്രി ഇതിന് മറ്റൊരു മുഖമാണ്. കംപ്ലീറ്റ് ഇല്ലുമിനേറ്റ് ചെയ്തിട്ടുണ്ടാകും എല്ലാ ബിൽഡിങ്ങും സ്ട്രീറ്റും ഒക്കെ. അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ ഈ വെള്ളത്തിൽ കാണാൻ പറ്റും. അതുപോലെ അതിൽ പോകുന്ന ക്രൂസുകളും ബോട്ടുകളും എല്ലാം ഇല്ലുമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതൊരു ഡിഫറെൻറ്റ് വ്യൂ ആണ്. അത് ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇന്ന് നമ്മൾ ഒരു ഈവനിങ് വ്യൂ ആണ് കാണിക്കുന്നത്. എല്ലാവരും സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഞാനും എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ, മറീനയെക്കുറിച്ചുള്ള മെമ്മറികൾ അന്യനെ ഷെയർ ചെയ്തു. നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈം അല്ല, പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ
പലതവണ വരുമ്പം ഓരോ പുതുമയാണ് മറീനയിലുള്ളത്. പുതിയ പുതിയ തരത്തിലുള്ള കെട്ടിടങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൻ്റെ മുന്നിൽ വരുന്ന ഒരു കെട്ടിടം നോക്കിയേ, അതിൻ്റെ ക്ലാഡിങ്, അതിൻ്റെ ഡിസൈൻ സ്റ്റൈൽ, ഒരു പിരിഞ്ഞ നിൽക്കുന്ന ഒരു കമ്പി പോലെ കിടക്കുന്ന ഒരു ബിൽഡിങ്. നല്ല കാറ്റുണ്ട്. നമ്മുടെ വസ്ത്രങ്ങൾ ആടി ഒലയുന്നത് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ കാറ്റിൻ്റെ മനോഹാരിത മനസ്സിലാവും. ഇത് മറ്റൊരു ചില്ല് കൊട്ടാരമാണ്, ഗ്ലാസിൻ്റെ ടവറാണ്. ഇതാണ് അതിശയിപ്പിക്കുന്ന മറ്റൊരു കെട്ടിടം. നമ്മുടെ ട്വിസ്റ്റ് ചെയ്ത പോലെ ഇരിക്കും അതിൻ്റെ പുറത്ത് ക്ലാഡിങ് എല്ലാം നോക്കിയേ. ഈ വീഡിയോ 15 മിനിറ്റിൻ്റെതാണെങ്കിലും നമ്മൾ ശരിക്കും 60 മിനിറ്റ്, 1 മണിക്കൂർ തീർത്തും എൻജോയ് ചെയ്തു. അതുകൂടാതെ ഇതിന് എന്താ പറയുക, ബോട്ടുകൾക്ക് ഫ്യൂവൽ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഫില്ല് ചെയ്യുന്ന, പെട്രോൾ ഫില്ല് ചെയ്യുന്ന ബോട്ടിൻ്റെ പെട്രോൾ സ്റ്റേഷൻസൊക്കെ ഉണ്ട്. അതും നമ്മൾ കണ്ടു. കാരണം നമ്മളെ ബോട്ട് അതിനടുപ്പിച്ചിട്ട് പെട്രോൾ ഫില്ല് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ സാധാരണ റോഡിൽ പോകുമ്പോൾ കാറിൽ ഫില്ല് ചെയ്യുന്നത് പോലെ ബോട്ടുകൾക്ക് സൈഡിൽ അടുപ്പിച്ചിട്ട് പെട്രോൾ ഫില്ല് ചെയ്യാം ഇതിൻ്റെ കരക്കുന്ന്. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് ഒരു ട്രഡീഷണൽ ക്രൂസാണ്, മരം കൊണ്ടുണ്ടായത്. UAE ഒരു ട്രഡീഷണൽ ക്രൂസാണത്. ഇതൊക്കെ ഹാർബറിൻ്റെ ഭാഗമാണ്, മറീന ഹാർബറിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ നമ്മളെ ഉല്ലാസ ബോട്ടുകളാണ് നിരത്തി വെച്ചിട്ടുള്ളത്. ഇത് ഹാർബറാണ്. ഇവിടെ സ്കൈ ഡൈവിങ്ങിൻ്റെ ഒരു സ്ഥലം കൂടിയുണ്ട് ഇതിൻ്റെ അടുത്ത ഭാഗത്ത്. പക്ഷെ നമ്മളന്ന് പോയപ്പോൾ അന്ന് സ്കൈ ഡൈവിങ് ഉണ്ടായിരുന്നില്ല. ഇതാണ് എയിൻ ദുബായ്. നിങ്ങൾ കാണുന്ന ആ ഒരു വലിയ ജയൻറ്റ് വീൽ കാണുന്നില്ല, അതാണ് എയിൻ ദുബായ്. ഇത് ഈ ഹാർബറിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളാണ്. നല്ല മനോഹരമായ പാം ട്രീ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിനടുത്ത് നമുക്ക് എഡ്രസ് ഹോട്ടൽ കാണാം. അങ്ങനെ ധാരാളം ഹോട്ടൽസ് ഉണ്ട് അവിടെ. ഷെറേട്ടൻ ഹോട്ടലുണ്ട്. എല്ലാവിധ ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഹോട്ടൽസും ഇവിടെ അവൈലബിൾ ആണ്. ദുബായിൽ താമസിക്കുന്നവരും അതുപോലെ UAE താമസിക്കുന്നവരൊക്കെ ഒരു 1 ഡേ ടൂറിന് ഔട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ് മറീന. അതുപോലെ പുറമേ നിന്ന് വരുന്നവർക്ക് മറീനയിൽ താമസിക്കാനുള്ള എല്ലാതരം 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ എല്ലാ ഹോട്ടൽസും അവൈലബിൾ ആണ്. ബോട്ടുകളിങ്ങനെ നമ്മൾ പോകുന്ന പോലെ മറ്റുള്ളവർ ഹയർ ചെയ്ത ബോട്ടുകളാണത്. അപ്പോൾ നമ്മളിങ്ങനെ ബ്ലൂ വാട്ടേഴ്സിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലൂ വാട്ടേഴ്സിൻ്റെ അവിടെയാണ് ഈ എയിൻ ദുബായ്, നമ്മുടെ ജയൻറ്റ് വീലുള്ളത്. രാത്രി കാലങ്ങളിൽ നല്ലതാണ് ഇവിടെ ലൈറ്റിങ്ങും അതുപോലെ ബ്ലൂ കളർ ലൈറ്റിങ്ങുള്ള ബ്ലൂ വാട്ടേഴ്സ് കാണാം. പിന്നെ ഡ്രോൺ ഷോ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ ഒരു ഈവനിങ് ആയതുകൊണ്ട്, കാരണം നമ്മൾ ഒത്തിരി തവണ നൈറ്റ് വ്യൂ മറീനയുടെ ആസ്വദിച്ചതാണ്. അപ്പോൾ ഇത്തവണ നമുക്കൊരു ഈവനിങ് വ്യൂ ആകാമെന്ന് കരുതിയാണ് വന്നത്. പക്ഷേ നല്ല കാലാവസ്ഥയായിരുന്നു. ഒരു മഴക്കാറുണ്ട്, പക്ഷെ മഴയില്ല.
ചെറിയ 1-2 ഡ്രോപ്സ് ഡ്രിസ്ലിംഗ് പോലെ ഉണ്ടായിരുന്നു. പക്ഷേ വി എൻജോയ്ഡ് എ ലോട്ട്. എല്ലാവരും അന്യോന്യം സംസാരിക്കാതെ തന്നെ മറീനയുടെ ബ്യൂട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മങ്കേഷിൻ്റെ ഭാര്യ സജിനിയാണ്, ഇത് സിന്ധുവാണ്. അവർ തമ്മിൽ എന്തൊക്കെയോ ഡീപ്പ് ഡിസ്കഷനിലാണ്. സിന്ധുവിന് ഏതോ ഒരു സുഹൃത്തിന് കിട്ടിയെന്നാണ് തോന്നുന്നത്. കൈ വീശുന്നുണ്ട്. അല്ല, അടുത്ത് പോയ ബോട്ടിലുള്ള അവരെ കൈ വീശിയതാണോ എന്നറിയില്ല. അമ്പരചുംബികളായ കെട്ടിടങ്ങളാണ്, സ്കൈ സ്ക്രേപ്പേഴ്സ്. ഇതൊരു ടൈറ്റാനിക് വ്യൂ പോലെ എടുക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ നമ്മളെ പേടി കൊണ്ട് അധികം അവിടെ നിന്നില്ല. ആ മൂലക്ക് വളരെ സേഫാണ്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയം. അതുകൊണ്ട് ഏതായാലും അവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോ പകർത്താൻ നമ്മുടെ ഗൈഡും വളരെ നമ്മളെ സഹായിച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് 4 പേരും ഉള്ള ഫോട്ടോ ഒക്കെ എടുക്കാൻ എളുപ്പമായിരുന്നു. നമ്മൾ മാറി നമ്മൾ എടുത്തെങ്കിലും ഗൈഡ് കണ്ടില്ല, 4 പേര്, നമ്മൾ 4 പേരുള്ള ഫോട്ടോ. ഗൈഡ് വളരെ എക്സ്പീരിയൻസ്ഡ് ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറുമാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി നല്ല വീഡിയോ കവറേജ് നടത്തി തന്നു. നമ്മൾ വി ആർ മൂവിങ് ടുവേർഡ്സ് എയിൻ ദുബായ്. ഇതാണ് ബ്ലൂ വാട്ടേഴ്സ്. അഡ്രസ് ഹോട്ടലാണ് ഈ കാണുന്നത്. ഇതാണ് ബ്ലൂ വാട്ടേഴ്സിൻ്റെ റെസ്റ്റോറൻറ്റുകളും അതുപോലെയുള്ള അവിടെ പാർക്കുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ബ്ലൂ വാട്ടേഴ്സ് തന്നെ നമുക്ക് ഒരു ദിവസം കറങ്ങാനുള്ള സൈറ്റ് സീയിങ് അവിടെയുണ്ട്. മറ്റൊരു ട്രഡീഷണൽ ബോട്ടാണ് അത് പോയത്. ഇതാണ് ഹോട്ടൽ. ഇങ്ങനെ ഒത്തിരി ഹോട്ടൽസ് ഉണ്ട് അവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ക്രൂസ്. ഇത് 3 ഡെക്കുള്ളതും 2 ഡെക്കുള്ളതും പിന്നെ ഓപ്പൺ ടോപ്പായിട്ടുള്ളതൊക്കെ ഉണ്ട്. ഇതിൽ നല്ല 5 സ്റ്റാർ ലെവലിലുള്ള ഭക്ഷണമാണ്. ഇൻഡിവിജ്വലായിട്ട് പേ ചെയ്യണം. അത് 2 മണിക്കൂർ നേരത്തേക്കുള്ളതുണ്ട്, 3 മണിക്കൂർ നേരത്തേക്കുള്ളതുണ്ട്. അതിന് നല്ല നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ക്രൂസ് ഓപ്പറേറ്റേഴ്സ് അവിടെ ഉണ്ട്. നമുക്ക് ഓൺലൈനായും വണ്ടിക്ക് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഓൺ ദ സ്പോട്ടായിട്ട് ടിക്കറ്റ് എടുക്കുകയും ചെയ്യാം. പൊതുവേ മറീനയിൽ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ പോയ സമയത്ത് കുറച്ച് തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് നന്നായി ആസ്വദിക്കാൻ പറ്റി. നമ്മളിങ്ങനെ 1 മണിക്കൂറായി ബോട്ടിൽ ഇങ്ങനെ കറങ്ങുന്നു. അപ്പോൾ നമുക്കൊരു നാടൻ ചായയും വല്ല ഉള്ളിവടയോ ബജ്ജിയോ പക്വടയോ കഴിക്കാനുള്ളൊരു മൂഡ് വന്നിരുന്നു. പക്ഷെ നമ്മളെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയ ഉടനെ അത് അന്വേഷിച്ച് പോകുന്നുള്ളത് മനസ്സിൽ തീരുമാനിച്ചതാണ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി മറീനയുടെ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ അടുത്ത് തന്നെ നല്ല ഒരു ഹോട്ടലുണ്ട്. അവിടെ നല്ല ഫ്രഷ് മിൽക്ക് ചായയും അതുപോലെ കാന്ത ബജ്ജിയ അല്ലെങ്കിൽ പക്വട കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. പിന്നെ നമ്മൾ ഷാർജയിലേക്ക് തിരിച്ചു പോയി അവിടുന്ന്. അപ്പോൾ നമ്മൾ ഷാർജയിലെത്തി. അപ്പോൾ നമ്മൾ ഷാർജയിലെ ദേ ഫിഷ് ഹോട്ടലിൽ, മൊബൈലിലുള്ള ദേ ഫിഷ്, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ദേ ഫിഷ് ഹോട്ടലിലാണ് ഡിന്നർ കഴിച്ചത്. സൂപ്പർ ഡിന്നറായിരുന്നു. ദേ ഫിഷ് എന്ന് പറഞ്ഞാൽ ഫിഷ് സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ കഴിച്ചതിന് ശേഷം നമ്മൾ വാട്ടർമെലൺ ജ്യൂസ് എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അന്ന് രാത്രി കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളൊരു
വാക്കിങ്ങിന് വേണ്ടി പോകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഷാർജ യൂണിവേഴ്സിറ്റിക്കും കുറച്ച് മുൻപേ സഫീർ മാർക്കറ്റിന് മുമ്പേയുള്ള അൽകാസ്മിയ സെൻറ്ററിൻ്റെ മുമ്പിലുള്ള വലിയൊരു പാർക്കുണ്ട്. മാർട്ടിയേഴ്സ് സ്ക്വയർ എന്നൊക്കെയാണ് അവിടെ പറയുക. ഈ കാണുന്ന മാർട്ടിയേഴ്സ് സ്ക്വയറാണ്. അതിൽ 1.6 കിലോമീറ്റേഴ്സിൻ്റെ ജോഗിങ് ട്രാക്ക് ഉണ്ട്. അതുപോലെ വലിയ പാർക്കാണ്. അപ്പോൾ അവിടെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ ഒരു വാമപ്പ് ജോഗിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ സിന്ധുവും സജിനിയും സൂപ്പർ ജോഗിങ് ആണ്. ഞാനും മങ്കേഷും കുറച്ച് ജോഗ് ചെയ്തു. പിന്നെ ഇതാണ് മാർട്ടിയേഴ്സ് സ്ക്വയർ, ഷാർജയിലെ യൂണിവേഴ്സിറ്റി സിറ്റിയിലുള്ള. ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്തു നിന്നൊരു 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ അവർ ഓടി, നമ്മളും കുറച്ച് ഓടി, ബോഡി വാമപ്പ് ആയതിനു ശേഷം നമ്മൾ തിരിച്ചു.